ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ഒരു തമിഴ് സൺഡേ ആണ്. നിങ്ങള് உங்க വീട്ടില് வீட்ல நீங்க வேலைக்காரி வச்சிருக்கீங்க தானே? வேலைக்காரி இருக்கிறார்கள். அதான் நான் கேட்டேன். எங்க ஒரு பக்கம் வச்சிருக்கிறதுனா வேற. ஓ, உங்க வீட்ல வேலைக்காரி இருக்கிறார்களா? இருக்கிறார்கள். மாதம் எவ்வளவு சம்பளம் தரீங்க? மாசமானா 12,000. என்னது? ஒரு மாசம் ஆனா 12,000. மாதம் எவ்வளவு சம்பளம் தரீங்க? மாதம் 12,000. ஒரு வருஷத்துக்கு எவ்வளவு சம்பளம் தரீங்க? 12 × 12 299. நீ டீக்கடை பாக்கி வச்சதெல்லாம் இங்க சொல்லி இருக்காரு. 147 1,40,000 அந்த ഇത് പണം കൊടുക്കുவேன். நான் கேக்குறேன். ചോദിക്കണം എന്താ അറിയോ, നിങ്ങൾ വീട്ടില് വേലക്കാരനെ വെച്ചിട്ടുണ്ടോന്ന്. അപ്പൊ അവൻ പറയണ്ട, ആ വേലക്കാരനെ വെച്ചിട്ടുണ്ട്, എത്ര ശമ്പളം കൊടുക്കുന്നുണ്ട്, 10,000 അങ്ങനെയൊക്കെയാണ് പറയണത്. പിന്നെ ചോദിക്കണത് ഒരു വർഷത്തിന് എത്ര ശമ്പളം, അതാണ് കണക്കൂട്ടിണ്ട്. കണക്കൂട്ടി 1,00,000 ശമ്പളം, അതാണ് കണക്കൂട്ടിണ്ട്. ஒரு வருஷத்துக்கு 1,44,000 ரூபாய் தரீங்க. கல்யாணம் பண்ணி, அதாவது ஒரு ஆட்கள் வீட்டு வேலை செய்யற அம்மாவுக்கு 1,44,000 ரூபாய் தரீங்களே. கல்யாணம் பண்ணி வந்தவனே வீட்டுக்காரியா, சமையல்காரியா, ஆத்துக்காரியா, புள்ள பெத்து போற மிஷினா, இத்தனை வேலை செய்யறமே, மாசம் இவ்வளவு கூட எந்த பெண்களா நாங்க கேட்டுக்கமா சார்? நீங்க ஒரு பெண்களை சப்போர்ட் பண்ணுங்க, கேட்டுக்கமா புருஷனை பார்த்து. വേലക്കാരിക്ക് ശമ്പളം കൊടുക്കണം. അപ്പൊ ഒരു വേലക്കാരിക്ക് ഇത്ര ശമ്പളം കൊടുക്കുന്നുണ്ട് നിങ്ങള്. പക്ഷെ ഒരു കല്യാണം കഴിഞ്ഞൊന്ന് നിങ്ങളെ കുട്ടികളെ നോക്കി അവിടുത്തെ ജോലി ചെയ്ത് എല്ലാം നിങ്ങൾക്ക് ഭക്ഷണം തന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നമ്മക്ക് എന്തുണ്ട് എന്നാ ചോദിക്കണത്. വേലക്കാരിക്ക് ശമ്പളം കൊടുക്കുന്നത് ഭാര്യക്ക് ശമ്പളം കൊടുക്കണില്ല എന്ന് പറഞ്ഞപ്പോ മൂപ്പര മറുപടി എന്താ അറിയോ, വേലക്കാരി ഇവിടുത്തെ പണി ശരിയല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പണിക്ക് പോകും, അവിടെ ശരിയല്ലെങ്കിൽ വേറെല്ലോടത്തേക്ക് പോകും. ഞാൻ വർഷത്തിൽ 6 വേലക്കാരെ മാറി മാറി വീട്ടിൽ വെക്കുന്നുണ്ട്. അതേപോലെ ഭാര്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുമോ? അയ്യാ.